അതിന്റെ ഒരു ആവശ്യമില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ പണ്ടേ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ആദ്യത്തെ സിനിമ ചെയ്യാൻ പറ്റില്ല. ഞാൻ 84 പേരെ ഓഡിഷൻ ചെയ്തിട്ടാണ് കണ്ടെത്തിയത്. ഈ പടത്തിൽ ഞാൻ ഓഡിഷൻ ചെയ്തിട്ടാണ് ഇതിലെ ഹീറോയും വില്ലനെ എല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്നത്. ബിരിയാണി പറഞ്ഞ കനി ആർട്ടിസ്റ്റ് ആയിരുന്നു, എന്നാൽ പോലും നാടകത്തിലൊക്കെ വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഉള്ള പടമല്ലത്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ആർട്ടിസ്റ്റ് ഉള്ള പടം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ശശി ശ്രീനേട്ടന്റെ അടുത്ത് ആദ്യം പോയി പറഞ്ഞു, പുള്ളിക്ക് വർക്കായി, അങ്ങനെ ഇഷ്ടപ്പെട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് തിയേറ്ററും ഓൾറെഡി ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ആർട്ടിസ്റ്റ് ഉള്ള പടങ്ങളുണ്ട്, സബ്ജക്റ്റുകളുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് പലയിടത്തും പിച്ച് ചെയ്യും. അവർ എല്ലാം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിന് 1 മാസം 2 മാസം വെയിറ്റ് ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ കൂടുതൽ കാലം വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും റെഡിയല്ല. എനിക്ക് ചെറിയ ബജറ്റ് സിനിമകളുണ്ട്, ചെറിയ സബ്ജക്റ്റുകളുണ്ട്, കണ്ടന്റ് ആണ് ഇവിടുത്തെ. ഇനിയിപ്പോ അത് നമുക്ക് റീച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെ എത്തിക്കാൻ പറ്റും. ആദ്യത്തെ പടം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന നോളജ് അല്ല നമുക്ക് ഇപ്പോൾ ഉള്ളത്. ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടിയില്ല, 2 വർഷം സിനിമ ചെയ്യാതിരുന്നാൽ നമ്മൾ കയ്യിൽ നിന്ന് പോയില്ല, അല്ലെങ്കിൽ 3 വർഷം 5 വർഷമൊക്കെ ഈസി ആയിട്ടങ്ങ് പോകും. അങ്ങനെ ഞാൻ അടുത്ത പരിപാടി ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്തെല്ലാം ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു, വലിയ സ്പെൻഡ് ചെയ്തിട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും പൈസക്ക് ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ, വളരെ ചെറിയ പൈസക്ക് ഇത്രയും സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്ക് എന്തുകൊണ്ട് പൈസ കിട്ടിയതിനേക്കാൾ രസമുള്ള പടം ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ കോൺഫിഡൻസ്. അത് മനസ്സിലാക്കിയ ആർട്ടിസ്റ്റുകളൊക്കെ വരികയല്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മള് സിനിമ ചെയ്യും.